നന്നായി മസാല കയറിയിട്ട് ഗ്രിൽ ചെയ്താലുണ്ടല്ലോ, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടും കിട്ടും. ഇതാണ് കേട്ടോ പെർഫെക്റ്റ് മസാല ഷവായ. അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മീഡിയം സൈസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം, ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം, 8 വലിയ ചെറിയുള്ളിയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം, 10 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ഇനി 5 കാശ്മീരി ചില്ലി, അതും ഹോട്ട് വാട്ടറിൽ സോക്ക് ചെയ്തെടുത്ത കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം, ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി ഉണ്ടല്ലോ, ഒരു വലിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്, അതിന്റെ ഒരു ഹാഫ് ആണ് എടുത്തിട്ടുള്ളത്, അതൊരു 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതൊന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇതിപ്പോ 1.5 കിലോ ചിക്കൻ, അതിന്റെ ഒരു ഹാഫ് പോർഷനാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ഹോൾ ചിക്കൻ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡബിൾ ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച ആ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. മസാലയൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്തെടുത്ത ശേഷം ഇതൊരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് കേട്ടോ ആ ഒരു ഷവായ അടിപൊളിയായിട്ട് കിട്ടുന്നത്. മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇപ്പോൾ വൈകിട്ടത്തേക്കാണ് റെഡിയാക്കുന്നതെങ്കിൽ രാവിലെ ഇതുപോലെ മസാല റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഉണ്ടാക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പായിട്ട് പുറത്തെടുത്ത് വെക്കാം. ആ തണുപ്പൊന്ന് ആറി കിട്ടുന്ന സമയത്ത് ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പ്രഷർ കുക്കർ മൂടി ഒന്ന് ക്ലോസ് ചെയ്ത ശേഷം അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പം 3 വിസിലാണ് വേണ്ടത്. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 2 വിസിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം ഈ ഒരു ചിക്കൻ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലിട്ട് പിന്നീടുള്ള 2 വിസിൽ ലോ ഫ്ലെയിമിലിട്ട് അടിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. പ്രഷർ ഫുള്ള് റിലീസായി കിട്ടുന്ന സമയത്ത് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ദാ ഇപ്പോൾ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ചിക്കൻ പീസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ പ്രഷർ കുക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അകത്ത് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. പിന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതുപോലെ ചിക്കൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ട് സ്ലോ ആയി കുക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ സ്മെല്ല് തന്നെ നെക്സ്റ്റ് ലെവൽ ആയിരിക്കും കേട്ടോ. ഇത് ഗീ റൈസിന്റെ കൂടെയും പൊറോട്ട, നാൻ, ചപ്പാത്തിയുടെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിന്റെ കൂടെ ഗീ റൈസ് ആണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഗീ റൈസിന് മുകളിലേക്ക് ഇതുപോലെ ഷവായ റെഡിയാക്കിയത് വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ സെയിം പാനിലേക്ക് തന്നെ കുക്കറിൽ ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് നല്ല കുറുകി വരണം. നന്നായിട്ട് തിക്കായി വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നല്ല തിക്ക് കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒന്നുമില്ല, ഈ ഒരു മസാല ഈ ഒരു ചിക്കൻ ഷവായയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള മസാല ഒരു സെർവിങ് ബൗളിലാക്കി ഈ റൈസിന്റെ കൂടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. നല്ല ജ്യൂസി ആയിട്ടുള്ള മസാല ഷവായ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.